വാർത്തകൾ പുറത്തുവരുന്നതനുസരിച്ച് കുറച്ചെങ്കിലുമൊക്കെ ആദർശ ബോധമുള്ള CPM നേതാക്കന്മാർ, CPM പ്രവർത്തകർ കുറെയൊക്കെ തന്നെ ഇനിയും ആ പാർട്ടിയിൽ ഉണ്ട്, അവശേഷിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണല്ലോ ഏതെങ്കിലും കമ്മിറ്റികളിലൊക്കെ വിളിച്ചു പറയേണ്ടത് ശ്രീ VS അച്യുതാനന്ദൻ കുറച്ച് ക്ഷീണിതനായതിനു ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ പാർട്ടിയെ വിളിച്ചു പറയാൻ ആരുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിന്നവരായിരുന്നു തെറ്റുകൾക്കെതിരെ ചില കാര്യങ്ങൾ ആ പാർട്ടിയിൽ മുഖം നോക്കാതെ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നത്. അദ്ദേഹം ക്ഷീണിതനായി അദ്ദേഹത്തിന് പൊതുരംഗത്ത് നിന്നും കുറച്ച് പിന്മാറി വിശ്രമിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് കുറേവരൊക്കെ തന്നെ പിണറായി വിജയന്റെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്നു. മറ്റു പലരും നിശബ്ദരായി. എങ്കിലും പോരാട്ട വീര്യം അവശേഷിക്കുന്ന കുറെ CPM പ്രവർത്തകർ ആ പാർട്ടിക്കകത്ത് എവിടെയൊക്കെ ഉണ്ട് എന്നാണ് ഈ പ്രതികരണത്തിൽ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ സംസ്ഥാനം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നിരവധി സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ പാർട്ടിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ചെയ്യുകയാണ്. നിങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ട് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി BJP തയ്യാറായിരിക്കും. ആദർശശുദ്ധിയുള്ള CPM പ്രവർത്തകരെ ഞങ്ങൾ BJPയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദർശശുദ്ധിയുള്ളവരെ എല്ലാവരും കുറച്ചുപേരൊക്കെ അതിനകത്ത് ഇനി ഉള്ളതുകൊണ്ടാണ് ഈ അഭിപ്രായമൊക്കെ പുറത്തു വരുന്നത്. കുറച്ചുപേരൊക്കെ എല്ലാവരും അഴിമതിക്കാരാണെന്ന് പ്രകാരം നിങ്ങൾ പറയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ അനുഭാവികൾ പുറത്തുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ബൂത്തിലൊക്കെ തന്നെ നിങ്ങൾ വോട്ട് കൊടുക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടറി ബൂത്ത് ലീഡ് ചെയ്ത BJP. തിരുവനന്തപുരത്തെ രണ്ട് മന്ത്രിമാരുടെ ബൂത്ത് ലീഡ് ചെയ്ത BJP. കോർപ്പറേഷൻ മേയറുടെ ബൂത്ത് ലീഡ് ചെയ്ത BJP. മേയറുടെ വാർഡ് ലീഡ് ചെയ്ത BJP. ഒരു 7 MLA-മാര് LDF MLA-മാരുടെ ബൂത്തുകൾ ലീഡ് ചെയ്തിട്ടുള്ള BJP. അപ്പൊ അവിടെയൊക്കെ തന്നെ കരമനഹരിയെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് പേരിട്ട് പറയാൻ നടന്ന കാര്യങ്ങൾ പറയാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ചർച്ച നടന്നിട്ടുണ്ടോ? നടന്ന കാര്യങ്ങൾ പറയാനായിട്ട് BJPയുമായി ചർച്ച നടന്നിട്ടുണ്ടോ? നടന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അതാണ് ചോദിച്ചത്. കരമനഹരിയുമായി BJP ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? BJPയിൽ ചേരാൻ ആവശ്യപ്പെടുന്ന ആൾക്കാരുമായിട്ട്, താല്പര്യപ്പെടുന്ന ആൾക്കാരുമായിട്ട് ഞങ്ങൾ ചർച്ച താല്പര്യപ്പെടുന്നവരുമായിട്ട് ഞങ്ങൾ ചർച്ച. ഈ CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഇങ്ങനെ പോയാൽ കോർപ്പറേഷന്റെ ഭരണം നഷ്ടപ്പെടും എന്ന് ചില അംഗങ്ങൾ പറഞ്ഞതായിട്ട് വാർത്ത വന്നിട്ടുണ്ട്. നിലവിൽ അത് BJPക്ക് സന്തോഷമുണ്ട്. BJP ജനങ്ങളുടെ മുമ്പിൽ ചില വസ്തുതകളുണ്ട്. ഇപ്പൊ 3 വർഷം കഴിഞ്ഞാണെങ്കിലും ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ആ പാർട്ടിക്ക് സമ്മതിക്കേണ്ടി വന്നില്ല. പക്വത കുറഞ്ഞ കാര്യങ്ങളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ BJP മുന്നോട്ട് പോവുകയാണ്. ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഘട്ടം വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ഘട്ടത്തിലേക്ക് ഉള്ള പ്രവർത്തനത്തിലാണ്. മറ്റൊന്ന് ഈ ഡീലിമിറ്റേഷനും വോട്ട് ചേർക്കലും ഒക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും അഴിമതി നടത്തുവാനുള്ള ഒരു മറയാക്കിയാണ് LDF കാണുന്നത്. 3 മിനിറ്റ് കൊണ്ടാണ് ഒരു ബില്ല് പാസാക്കിയത്. കേരളത്തിലെ ഏകദേശം 1000-ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ഒരു ചർച്ചയുമില്ലാതെ ബെല്ലടിച്ച സ്പീക്കർ വന്ന് നിമിഷങ്ങൾ കഴിയുമ്പോൾ ബില്ല് പാസാക്കി. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ തന്നെ വീണ്ടും ഈ അഴിമതി തുടരുവാനുള്ള സാധാരണക്കാരായ ജനങ്ങൾ ജനനം മുതൽ മരണം വരെ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റുവാണ് ഗൂഢാലോചന.